Good afternoon, students. So, today we are going to discuss a short story titled No Name Woman by Maxine Hong Kingston. So, Maxine Hong Kingston in the പറയുന്നത് she is a lady that belongs to the first generation Chinese American born of Chinese immigrants. അതായത് ചൈനയിൽ നിന്നും ആദ്യമായിട്ട് ഇമിഗ്രേറ്റ് ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾക്കുണ്ടായിട്ടുള്ള കുട്ടികളിൽ ഒരു ഫസ്റ്റ് ജനറേഷനിൽ പെടുന്ന ഒരാളാണ് മാക്സിൻ ഹോങ് കിങ്സ്റ്റൺ. ഈ സ്റ്റോറി ഈസ് ടേക്കൺ ഫ്രം ഹർ ഓട്ടോബയോഗ്രഫി ദാറ്റ്സ് ടൈറ്റിൽഡ് ദ വുമൺ ബാരിയർ മെമ്മോയ്സ് ഓഫ് എ ഗേൾഹുഡ് അമംഗ് കോസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് ദ സ്റ്റീരിയോ ടൈപ്സ് അല്ലേ. ദ വുമൺ എന്താ പറയുക, പല രീതിയിൽ നമ്മൾ വുമണിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദ വെർജിൻ, ദ ഗുഡ് ഏഞ്ചൽ, ദ ബാഡ് വൺ, ദ ബാഡ് സെഡക്ട്രസ്, ദ വോർ, അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സ് ഉണ്ട് വുമണിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റി അസൈൻ ചെയ്യുന്ന കുറച്ച് റോൾസ് ഉണ്ട്, എസ്പെഷ്യലി വിത്ത് റിഗാർഡ്സ് ടു ജെൻഡർ, എസ്പെഷ്യലി ദറ്റ് ഈസ് അപ്ലൈ ടു വിമൻ. അപ്പോൾ അതിനെ തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് പലപ്പോഴും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ദേ കീപ് ഓൺ ടെല്ലിങ് അസ് അല്ലേ. അതായത് ദർ ആർ സർട്ടൻ റൂൾസ് ദാറ്റ് യു ഹാവ് ടു ഫോളോ ആസ് എ പേഴ്സൺ, ആസ് എ വുമൺ ഇൻ എ പെർട്ടിക്കുലർ സൊസൈറ്റി. സോ ഇഫ് യു ആർ ഗോയിങ് ടു വയലേറ്റ് ദാറ്റ് യു വിൽ ഹാവ് ടു ഫേസ് സർട്ടൻ കോൺസിക്വൻസസ് എന്നുള്ളത് പീപ്പിൾ ഓൾവേസ് ഡു റിമൈൻഡ് അസ്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റോറി, ആ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മാക്സിൻ ഹോങ് കിങ്സ്റ്റന്റെ നോ നെയിം വുമൺ. Okay, let's read the story. You must not tell anyone, my mother said, what I'm about to tell you. In China, your father had a sister who killed herself. She jumped into the family well. We say that your father has all brothers because it is as if she had never been born. Okay, so a mother is having a conversation with her daughter and she is asking or telling the daughter not to tell anything what I'm going to tell you. അതായത് ചൈനയിൽ എന്തുണ്ടായിരുന്നു, യുവർ ഫാദർ ഹാഡ് എ സിസ്റ്റർ ആൻഡ് ഷി കിൽഡ് ഹെർസെൽഫ്, ദാറ്റ് ഷി കമ്മിറ്റഡ് സൂയിസൈഡ്. എങ്ങനെയാണ്? ബൈ ജമ്പിങ് ഇൻ ടു ദ ഫാമിലി വെൽ. അപ്പോൾ ആര് ചോദിച്ചാലും ഞങ്ങൾ പറയുന്നത് ദാറ്റ് യുവർ ബ്രദർ ഓൺലി ഹാഡ് ബ്രദേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ആസ് ഇഫ് ഇങ്ങനെ ഒരു സഹോദരിയെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കാറ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നൗ ഷീ ഈസ് ഗോയിങ് ടു സേ. In 1924, just a few days after our village celebrated 17 hurry-up weddings to make sure that every young man who went out on the road would responsibly come home, your father and his brothers and your grandfather and his brothers and your aunt's new husband sailed for America, the God Mountain. It was your grandfather's last trip. He was lucky enough to get Contras waved goodbye from the decks. They fed and guarded the stowaways and helped them off in Cuba, New York, Bali, Hawaii. We will meet in California next year, they said. All of them sent money home. അതായത് 1924 എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അമേരിക്ക വാസ് കൺസിഡർഡ് ടു ബി ദ ഡ്രീം കൺട്രി. ഗോൾഡ് മൗണ്ടൈൻ എന്ന് രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ദ സ്റ്റാർട്ടഡ് ഗോൾഡ് മൈനിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലേബറേഴ്സിനെ ഇതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് കൊണ്ടുപോയി. രണ്ടാമതായിട്ട് അമേരിക്കയിൽ ചെന്നാൽ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയും ആളുകൾക്ക് വരാനായിട്ട് തുടങ്ങി. അമേരിക്ക ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് എമേർജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവരുടെ നാട്ടിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് പോവാണ്. സോ ദേ കണ്ടക്ടഡ് 17 ഹറിയപ്പ് വെഡിങ്സ്. എന്തിനാണ് 17 ഹറിയപ്പ് വെഡിങ്സ് നടത്തിയെന്ന് പറഞ്ഞാൽ ടു മേക്ക് ഷുവർ ദാറ്റ് പുറത്തേക്ക് ഈ അമേരിക്കയിലേക്ക് പോയ എല്ലാ ആളും, അതായത് നമ്മളിപ്പം ഒരാളിപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ ചിലപ്പം ഇവിടെ ആണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് പോവാം എന്ന് പറയും. ടു മേക്ക് ഷുവർ ദാറ്റ് ദേ വിൽ കം ബാക്ക്. ഒരു വൈഫൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ദേ വിൽ കം ബാക്ക് എന്നുള്ളൊരു ഫീലിംഗിലാണ്. അപ്പം ഇങ്ങനെ പുറത്തു പോകുന്ന എല്ലാവരെയും പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ യുവർ ഗ്രാൻഡ് ഫാദർ, യുവർ ഫാദർ, പിന്നെ ഫാദറിൻ്റെ ബ്രദേഴ്സ് ആൻഡ് നിങ്ങളുടെ ആണ്ടിൻ്റെ ന്യൂ ഹസ്ബൻഡ്, ഇവരെല്ലാം കൂടെ അമേരിക്കയിലേക്ക് പോയി. പിന്നെ ഇവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയതുകൊണ്ട് ദേ സ്റ്റോപ്ഡ് അറ്റ് സോ മെനി പ്ലേസസ് ആൻഡ് ഫൈനലി ദേ വെന്റ് ടു കാലിഫോർണിയ ആൻഡ് ദേ ഓൾ സെൻഡ് ഹോം എന്നുള്ളതാണ്. I remember looking at your aunt one day when she and I were dressing. I had not noticed before that she had such a clitoris melon of a stomach, but I did not think she is pregnant until she began to look like other pregnant women. Her shirt pulling and her white tops of her black pants showing. She could not have been pregnant, you see, because her husband had been gone for years. No one said anything. We did not discuss it. In early summer, she was ready to have the child long after the time when it could have been possible. അപ്പോൾ ഒരു ദിവസം ഒരു നോട്ടീസ് ചെയ്യാണ് when they were dressing together. ഓണ്ടിന് ഭയങ്കര എന്താ പറയുക, ഒരു ബിഗ് സ്റ്റമക്ക് ഉണ്ടല്ലോ, ഷീ ഹാസ് എ ബിഗ് ബെല്ലി എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഷീ ഡിഡ്ന്റ് തോട്ട് മേ ബി ഷീ ഈസ് പ്രഗ്നന്റ് എന്ന് വിചാരിച്ചില്ല. Why? Because her husband is not here. He went to America long before. But there is no chance that she would get pregnant.
അപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മേ ബി ഇറ്റ് മൈ ബി സം ഡിസീസ് എന്ന് വിചാരിച്ചു. ദേ ഡിഡ് നോട്ട് ഡിസ്കസ് ഇറ്റ്. പക്ഷേ ഏർലി സമ്മറിൽ എന്ത് സംഭവിച്ചു, എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായി ദാറ്റ് ഷീ കൺസീവ്ഡ് എ ബേബി ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ഡെലിവർ ദ ബേബി എന്നുള്ളത്. But what happened is that the village had also been counting. On the night the baby was to be born, the villagers raided our house. Some were crying like a great zoo, teeth strung with lights, files of people walking the zigzag across our land, tearing their eyes. Their lanterns doubled in and disturbed the black water, which drained away through the broken bunds. As the villagers closed in, we could see that some of them, probably men and women we knew very well, wore white masks. The people with the long hair hung it over their faces. Women with short hair made it stand up on end. Some had tied white bands around their foreheads, arms and legs. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ the villagers were also aware of this factor and they എന്ത് തീരുമാനിച്ചു, ദാറ്റ് ദേ ഡിസൈഡഡ് ടു അറ്റാക്ക് ദിസ് ഫാമിലി. അങ്ങനെ കുറേ പേര് ഒരു കൂട്ടമായിട്ട് തന്നെ ഇവരുടെ വീട്ടിലേക്ക് വരികയും ഇവരുടെ റൈസിനെയും നശിപ്പിക്കുകയും, അങ്ങനെ ഇവർ ഫുൾ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇവരുടെ എന്താ പറയുക, ഇവരുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, മേ ബി അവരുടെ പാഡി ഫീൽഡ്സ് ആയിരിക്കാം, അതിനൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർ മനസ്സിലാക്കിയൊരു കാര്യം, ഇവരിൽ പലരും വൈറ്റ് മാസ്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് അവർ മാസ്ക് ധരിക്കാൻ കാരണം? നേരിട്ട് അറിയാവുന്നവരായതുകൊണ്ടായിരിക്കാം അവർ ആ മാസ്ക് ഒക്കെ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ എല്ലാം കയ്യിലൊരു വൈറ്റ് ബാൻഡ് ഉണ്ടായിരുന്നു അവരുടെ ഫോർഹെഡ്, ആംസിൽ, ലെഗ്സിലെല്ലാം. ബിക്കോസ് ദേ ഗാദർഡ് ആസ് എ ഗ്രൂപ്പ്, അതായത് അവർ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ദേ ത്രൂ mud and rocks at our house. Then they threw eggs and began slaughtering our stock. We could hear the animals scream their deaths. The roosters, the pigs, a last great roar from the ox. Familiar wild heads flowered in our night windows. The villagers encircled us. Some of the faces stopped to peer at us, their eyes rushing like searchlights, their hands flattened against the paint heads and left red prints. So they would വരുമ്പോൾ ഇവർ ഈ വൈറ്റ് സ്കാർഫോ വൈറ്റ് ബാൻഡ് ഓർ സംതിങ് ദേ ഹാഡ് ഓൺ ദെയർ ഹാൻഡ് അല്ലേ. പക്ഷെ ഇവര് ദേ സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ദ ഹൗസ്. അവരെന്ത് ചെയ്തു, മഡ് ആൻഡ് റോക്സ് ഒക്കെ ഇവരെ വീട്ടിലേക്ക് അറിയാനായിട്ട് തുടങ്ങി. അതുപോലെ എഗ്സ് എടുത്തെറിയാനായിട്ട് തുടങ്ങി. അതുപോലെ ഇവരുടെ ഫാമിലി ആനിമൽ സ്റ്റോക്കിനെ ഫുൾ സ്ലോട്ടർ ചെയ്ത് അതിനെ മൊത്തം കൊന്നടിക്കുക. അപ്പോൾ ഇവർക്ക് ദേ കുഡ് ഹിയർ ദ സ്ക്രീം ഓഫ് ദീസ് ആനിമൽസ്, അവരുടെ റൂസ്റ്റേഴ്സ്, പിഗ്സ്, അതുപോലെ തന്നെ ഡോഗ്സ്, ഇതിനെയൊക്കെ ദ വില്ലേജസ് കിൽഡ് ഓൾ ഓഫ് ദം. അത് മാത്രമല്ല ഇവരുടെ കൊന്നതിന് ശേഷം ഈ മൃഗങ്ങളുടെ എല്ലാം തലയെടുത്ത് ഇവരുടെ വീട്ടിലേക്ക് എറിയാനും അവരുടെ വീടിനെ ആക്രമിക്കാനും അവരെ ഉറ്റുനോക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഈ വൈറ്റ് ബാൻഡ് ധരിച്ച് വന്നവരുടെ കൈ മൊത്തം റെഡ് പ്രിന്റ്സ് ആയി. ദാറ്റ് മീൻസ് ദ കിൽഡ്, ദ സ്ലോട്ടർഡ് ഓൾ ദീസ് ആനിമൽസ്. അത് മൊത്തം ബ്ലഡ് ആയി എന്നുള്ള അർത്ഥത്തിലാണ്. ദ വില്ലേജസ് ബ്രോക്ക് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ ബാക്ക് ഡോർസ് അറ്റ് ദ സെയിം ടൈം, ഈവൻ though we had not locked the doors against them. The knives dripped with the blood of our animals. They smeared blood on the doors and walls. One woman swung a chicken whose throat she had slit, splattering blood in red darks about her. We stood together in the middle of our house, in the family hall with the pictures and tables of ancestors around the house, and looked straight ahead. അതായത് ഇവിടെ എന്താ പറയുന്നത്, even though they haven't looked at the front door, ഇവർ ഇടിച്ച് കയറി ഫ്രണ്ട് ഡോറിലൂടെയും ബാക്ക് ഡോറിലൂടെയും വില്ലേജേഴ്സ് അവരെന്ത് ചെയ്തു, അവരൊരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവരെ കൈ നിറച്ച് ആനിമൽസിന്റെ ബ്ലഡ് ആണ്. ആൻഡ് what happened is that they smeared the blood. സ്മിയർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ഇങ്ങനെ ചുറ്റും എല്ലാവരുടെയും ആ ബ്ലഡ് ഇങ്ങനെ എന്താ പറയുക തുള്ളി തെറിപ്പിക്കാനായിട്ടും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ കഴുത്തൊക്കെ അറുത്ത ഒരു സ്ത്രീ ഉണ്ട്, ഇങ്ങനെ കഴുത്ത് മുറിച്ചറുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഇതൊന്നും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്പ്ലാറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരൊരു മൂലയിൽ ഈ ഇത്രയും വീട്ടിലെ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്തു പറഞ്ഞാൽ അവർ ആ വീടിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അറ്റ് ദാറ്റ് ടൈം ദ ഹൗസ് ഹാഡ് ഓൺലി 2 wings. When the men came back, we could build 2 more to enclose our courtyard and a third one to begin the second courtyard. The villagers pushed through both wings, even your grandparents' room. അതായത് ഇവർ എല്ലാ റൂമിലും കയറി, ഈവൻ ഗ്രാൻഡ് റൂമിൽ പോലും കയറിയിട്ട് ആരെ തപ്പുകയാണ്, ആ ആണ്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തപ്പുകയാണ്. Which was also meant until the men returned. From this room, a new wing for one of the young families would grow up. അതായത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണെങ്കിലും പണ്ട് കേരളത്തിലാണെങ്കിലും ഓരോ ഫാമിലി, അതായത് വെൻ പീപ്പിൾ ഗെറ്റ് മാരീഡ് ഫാമിലി മെമ്പേഴ്സിന് എണ്ണം കൂടില്ലേ, അപ്പോൾ അതിനോടനുസരിച്ച് പുതിയ പുതിയ റൂമുകൾ ഇങ്ങനെ പണിയുന്ന ഒരു ശീലമുണ്ട്. അതായത് ഫാമിലി മെമ്പേഴ്സ് എണ്ണം കൂടുമ്പോൾ ഒരു വീടിനോട് തന്നെ ചേർത്ത് ഇങ്ങനെ റൂമുകൾ പണി. അപ്പോൾ അങ്ങനെ റൂമുകളെല്ലാം പണിതിട്ടുണ്ടായിരുന്നു. തെറിപ്ഡ് അപ്പ് ഹർ ക്ലോസ്, അതായത് ഈ ആണ്ടിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരുടെ ക്ലോത്ത്സ്, ഷൂസ്, കോംസ്, അങ്ങനെ കൈ കിട്ടുന്നതെല്ലാം അവർ നശിപ്പിച്ചു. അത് മാത്രമല്ല അവരുടെ എൻ്റയർ കിച്ചണെയും അവർ അതിൽ എന്താ പറയുക ബൗൾസും പിക്ക്ഡ് ഫ്രൂട്ട്സ്, ഡക്ക് എഗ്സ്, വെജിറ്റബിൾ എല്ലാത്തിനെയും അവർ ആകെ മൊത്തം നശിപ്പിച്ചു. ദ ഓൾഡ് വുമൺ ഫ്രം ദ നെക്സ്റ്റ് ഫീൽഡ് സ്വെപ്റ്റ് എ ബ്രൂം, അതായത് ഈ ചൂലുണ്ടല്ലോ, ചൂലെടുത്തിട്ട് അത് ഫുൾ
നമ്മളിങ്ങനെ കെട്ടിവെക്കും അല്ലേ, അതിനെ ഫുൾ ലൂസ് ചെയ്തിട്ട് ആ സ്പിരിറ്റ്സ് ഓഫ് ദ ബ്രൂമിനെ ഇങ്ങനെ ഫുൾ ഇല്ല ഇതിലെ അത് ചൂല് നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും അതിൽ കുറച്ച് സ്പിരിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ അത് പിഗ്സ് എന്നൊക്കെ പറഞ്ഞ അവരുടെ സ്പിരിറ്റ്സിനെ മൊത്തം ഈ വീട് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ പറയാനായിട്ട് തുടങ്ങി. When they left, they took sugar and oranges to bless themselves. They cut pieces from the dead animals. Some of them took bowls that were not broken and clothes that were not torn. Afterwards, we swept up the rice and sewed it back into the sacks. But the smells from the spilled preserves last. Your aunt gave birth in the pigsty that night. The next morning, when I went for the water, I found her and the baby plugging up in the family well. ഓക്കെ, അവർ പോയപ്പോൾ ഇവർ ഈ വീട് നശിപ്പിക്കുക മാത്രമല്ല, ബാക്കി എന്തെങ്കിലും ഇപ്പോൾ അൺബ്രോക്കൺ ആയിട്ടുള്ള ബൗൾസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലോത്ത്സ് ദാറ്റ് വർ നോട്ട് ടിയർ ബൈ ദം, അതൊക്കെ എടുത്തുകൊണ്ട് അവർ തിരിച്ചു പോവാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ആ അരിയും ചാക്കെല്ലാം ഇവർ നശിപ്പിച്ചതൊക്കെ പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ സേവ് ചെയ്തു. പക്ഷെ നെക്സ്റ്റ് മോർണിംഗ് വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് വെൻ ഷി വെന്റ് ടു ദ വെൽ ഷി ഫൗണ്ട് whom? The aunt and her baby. അത് അവർ രണ്ടുപേരും ഇങ്ങനെ മരിച്ചു പൊങ്ങിക്കെടുക്കുന്നതായിട്ട് കാണുന്നു. മേ ബി she committed suicide along with the baby. അപ്പോൾ now she is saying that don't let your father know that I told you. He denies her. Now that you have started to menstruate. അപ്പോൾ എന്തിനാണ് അമ്മ ഈ കഥ പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞൊന്നും നിന്റെ അച്ഛൻ അറിയണ്ട, ഇങ്ങനെ ഒരു സഹോദരി ഉണ്ട് എന്നുള്ള കാര്യം he completely denies. ഇനിയിപ്പോൾ മെനിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ, you have started to have your പീരീഡ്സ് അല്ലേ. അപ്പോൾ പീരീഡ്സ് ആയി എന്നതിനർത്ഥം എന്താണ്? യു കുഡ് ബി പ്രഗ്നന്റ് അറ്റ് എനി ടൈം ബൈ എനി പേഴ്സൺ. അപ്പോൾ ഡോണ്ട് ഹ്യൂമിലിയേറ്റ് us. What happened to her? What happened to her? That means your aunt could also happen to you. അതായത് നിന്റെ ആണ്ടിന് സംഭവിച്ച കാര്യങ്ങളിൽ നിനക്കും സംഭവിക്കാം. That because you started to menstruate. അതുകൊണ്ട് ഞങ്ങളെ നാണം കെടുത്തരുത്. You wouldn't like to be forgotten as if you had never been born. അതായത് നിന്റെ ആണ്ടി ചെയ്തൊരു തെറ്റ് കാരണം എല്ലാവരും അവൾ ജനിച്ചു അല്ലെങ്കിൽ അവൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ കംപ്ലീറ്റ്ലി മറന്നു. അപ്പൊ നിനക്കും നീ ജനിച്ചു അല്ലെങ്കിൽ നീ ജീവിച്ചു എന്നുള്ള കാര്യം എല്ലാവരും മറക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിനക്കും വരണ്ട എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ് ബിക്കോസ് ദ വില്ലേജേഴ്സ് ആർ വാച്ച്ഫുൾ. കാരണം ആ വില്ലേജേഴ്സ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Whenever she had to warn us about life, my mother told stories that ran like this one, a story to grow up on. അതായത് എപ്പോഴൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യം ഉപദേശിക്കണം, അഡ്വൈസ് ചെയ്യണം അല്ലെങ്കിൽ വാൺ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനത്തെ പല കഥകളും അമ്മ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഈ കഥ എന്തിനാണ് അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുത്തത്? ടു വാൺ ഹർ അല്ലേ, യു ഹാവ് സ്റ്റാർട്ടഡ് ടു മെനിസ്ട്രേറ്റ്. So please be careful, don't mingle with boys എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അതായത് ഇതെങ്ങനെയാണ് ഒരു ഫീമെയിലിനെ കണ്ടീഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫീമെയിൽ കണ്ടീഷനിങ്, ജെൻഡർ കണ്ടീഷനിങ്, ഈ ജെൻഡർ വേസ് യു ഹാവ് ടു ബി കെയർഫുൾ എന്നുള്ളത് ഒരു മകൾക്ക് പറയാം. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പാരൻസ് ആണെങ്കിലും they may have told stories like that. What happened to you if you are going to do something like this, something that is not acceptable by the society. അപ്പോൾ ഒരു അമ്മ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത്തരം കഥകളിലൂടെ. What the society expects us to do and what you have to do, and you have to follow the certain rules in the society if you have to live here properly. പ്രോപ്പറായിട്ട് ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ you have to obey the society എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫീമെയിൽ കണ്ടീഷനിങ്, ഫീമെയിൽ സ്റ്റീരിയോടൈപ്പിംഗ് ഒക്കെ നടക്കുന്നതെന്നും എങ്ങനെയാണ് ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത്, ഹൗ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഏഷ്യൻ കൾച്ചർ എന്നുള്ളതൊക്കെയാണ് വി ക്യാൻ സീ ഹിയർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ ലിസണിങ്.